ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയ്ക്ക് കയറണതിന് അമ്മച്ചിൻ്റെ ഒപ്പം ഒരു 4:50 ആയപ്പോഴാട്ടോ. എന്നിട്ട് എളുപ്പം ഒരു തട്ടിക്കൂട്ടിൽ പിന്നെ ഫുള്ള് അങ്ങോട്ട് ഇന്ന് ഞങ്ങൾ ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിയാലാണ് ഇതൊക്കെയല്ല കുറച്ചിട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ ക്യാബേജും ഇത് മൂന്നും അമ്മച്ചിക്ക് എന്തിനോ വേണം അമ്മച്ചി പിന്നെ ഒക്കെ ചോപ്പറിൽ രണ്ടും ചോപ്പ് ചെയ്തെടുത്ത് എളുപ്പം. പിന്നെ എളുപ്പമുണ്ടല്ലേ പണി. അപ്പം അങ്ങനെ ഞാൻ കാട്ടി എളുപ്പം. പിന്നെ ഇത് അമ്മച്ചിക്ക് ചിക്കൻ കറിക്കുള്ളതാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉള്ളി ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത് ക്യാബേജാണ് ചോപ്പ് ചെയ്യാനുള്ളത്. ഞാൻ ക്യാബേജ് ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുണ്ടാവും കുറേ ഇത് പിന്നെ ഞാനാണ് കേട്ടോ ചോപ്പ് ചെയ്യണത്. അതിനിപ്പോൾ ചോപ്പ് ചെയ്യാനായി ഇടണമെങ്കിൽ ചെറുതാക്കി ജസ്റ്റ് നുറുക്കണ്ടേ. അപ്പം നുറുക്കലൊക്കെ ഇങ്ങനെ ഒരു കയ്യിൽ ക്യാമറ മറ്റുകൊണ്ട് നുറുക്കലും ഒക്കെ പടയുണ്ട് എന്തൊക്കെ അയക്കണേ. എന്തായാലും ഒരു കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഞാൻ താഴത്തേക്കൊന്നും പോകണില്ല കേട്ടോ ഈ സാധനം. എന്നിട്ട് ഞാൻ അമ്മച്ചിനെ വിളിച്ചു. പിന്നെ അമ്മച്ചിയാണ് അതാക്കി തന്നത്. അപ്പം ടീച്ചറിൻ്റെ ദിവസം പീടിയിൽ നിന്ന് വരുന്നുണ്ട്. ഓർക്ക് പിന്നെ എന്തിനാ പണി, ഓർക്കൊക്കെ എന്ത് നോമ്പ്. പിന്നെ ഓലുണ്ട് പീടിയിൽ നിന്ന് മുട്ടായി വാങ്ങി പോയിരുന്നത്. റിസു പിന്നെ പോപ്പിൻസ് ആട്ടോ വാങ്ങിക്കണത്. ഈശോക്ക് ഒരു ടൈം. റിസുവിന് പിന്നെ പോപ്പിൻസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇവിടെ കറിക്കും പിന്നെ നമ്മളെ ചിക്കൻ റോൾക്കൊക്കെ അല്ലേ ഈ കരിവേപ്പിൻ്റെലും മുളകൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെക്കേനു. അപ്പം നമ്മളിവിടെ നമ്മളെ ഉള്ളിയും ക്യാബേജൊക്കെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് ചട്ടി വെക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ പറഞ്ഞ് ചൂടാക്കി നമുക്ക് നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ അമ്മച്ചി ആദ്യം മുളകിട്ട് പിന്നെ നമ്മളായിട്ട് ഇളക്കി കൊടുത്തത്. നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആടില്ലെങ്കിൽ സമാധാനം കിട്ടൂല. ഞാൻ ഏതായാലും എൻ്റെ ഭാഗം നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ അമ്മച്ചി ഒരു 3 ഇല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. നമ്മളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരാട്ടോ. ഇതിൽ ജിഞ്ചറില്ല, ഗാർലിക് മാത്രമേ ഉള്ളൂ. എന്നാലും കഴിപ്പൊന്നുമില്ല. പിന്നെ കരിവേപ്പും പാടാണ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാബേജും ഉള്ളിപ്പാടം ഒപ്പം ഇട്ട് കൊടുത്തു. നമ്മൾ ഒപ്പിട്ടതൊക്കെ ഇട്ട് കൊടുക്കൽ വേറെ വേറെ ഇട്ട് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. എന്നാൽ പിന്നെ ഒപ്പിട്ടെടുത്ത 2 ഒപ്പണം പാടുമല്ലോ. അതിനോട് ഒപ്പിട്ടാണ് ഏതായാലും നല്ലത്. പിന്നെ ഇതൊക്കെ ഒന്ന് എളുപ്പം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ എളുപ്പം വാടി കിട്ടും. അതിനോട് നമ്മൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഈ ഉപ്പ് എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലായിടത്തേക്ക് എത്തും വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളത് അടച്ചു കൊടുത്തു. ഇന്നൊരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചിങ്ങനെ വെക്കാം. എന്നാൽ എളുപ്പം വാടി കിട്ടിക്കോളും. ആ ടൈമിൽ നമ്മളിവിടെ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിന് കേട്ടോ. ഇത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്താണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കോഴി വേവിച്ച് വെള്ളം ഉണ്ടല്ലോ അത് വെച്ച് കളയില്ല കേട്ടോ. അത് എന്താ പറയുക, അതിനെന്താ കോഴിൻ്റെ സ്റ്റാർച്ച്, ചിക്കൻ സ്റ്റാർച്ച് നോക്കിയാണല്ലോ പറയുക. അതിന് നമുക്ക് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് പാരാന്നൊക്കെ പറയുന്നുണ്ട് വെച്ച്. നമ്മളിതെല്ലാം നമ്മളെ ചിക്കൻ കൊണ്ടുപോയാണ്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. ഇവിടെ ആണെങ്കിൽ വെക്കാൻ സ്ഥലമില്ല കേട്ടോ. ഈ മിക്സ് വെക്കാതെ സ്ഥലം പാടില്ല. ഒക്കെ നിറഞ്ഞങ്ങനെ പാത്രം കൊണ്ട്. പിന്നെ നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് വെച്ചാണെങ്കിൽ ഇവിടെ നമ്മളെ മസാലപ്പെട്ടിയിലെ മസാലകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യേനി. അപ്പം നമ്മുടെ ഉള്ളിയും ക്യാബേജും ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മസാലകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ലാസ്റ്റ് നമ്മളെ ജീരകപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി മസാലകളൊക്കെ ഒന്ന് എല്ലായിടത്തേക്ക് എത്തും വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു അപ്പം ചുട്ടെടുക്കണം. നമ്മളിവിടെ അപ്പം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു മൈദ കൊണ്ടുള്ള അപ്പം കൊണ്ട്, ബ്രെഡ് കൊണ്ടല്ല. അപ്പോൾ ഒരു ജാറെടുത്തിട്ട് അതിലോട്ട് ആവശ്യമുള്ള അത്ര മൈദ നമുക്ക് എടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പത്തേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുകയായിരുന്നു. ഞാനിവിടെ ബ്രെഡ് ക്രംസും പിന്നെ നമ്മുടെ ഒപ്പി എടുക്കാതെ മുട്ടയൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മച്ചി പിന്നെ ഇവിടെ അപ്പം ചുടുണ്ട്. ഇതെങ്ങനെ വെച്ചാൽ നമ്മൾ പാലപ്പം ഉണ്ടാക്കില്ലേ അതേമാതിരി ആണ്. ഇങ്ങനെ ഈ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് മൈദ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നാലും പിന്നെ ഒരു 2 മിനിറ്റ് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡി കിട്ടും. എന്നിട്ട് പിന്നെ ഈ അപ്പം എടുത്തിട്ട് നീളത്തിൽ നമ്മുടെ മസാല ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുമാതിരി മടക്കി കൊടുക്കുക. നമ്മുടെ എന്താ പറയുക ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുമാതിരി മടക്കിയാൽ മതി. സിമ്പിളാണ് സംഭവം കേട്ടോ മടക്കാനൊക്കെ. എന്നിട്ട് പിന്നെ നമ്മുടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നമുക്ക് കവർ ചെയ്യുക. ആദ്യം നമ്മൾ ഈ ചിക്കൻ റോളിൻ്റെ 2 സൈഡും ആണ് കേട്ടോ ഡിപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് ചുറ്റോടും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുമാതിരി നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇമ്മച്ചി അപ്പം ചുട്ടൊരു ഞാൻ മസാല ഇട്ടിട്ട് ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ അങ്ങനെ ആക്കി കൊടുക്കും. അങ്ങനെ ഇവിടെ നടക്കുന്നത്. ഞാനങ്ങനെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഉമ്മച്ചി ഇവിടെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പം ഉമ്മച്ചി ഇവിടെ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കരിയേപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 മുളക് ചീന്തി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉമ്മച്ചി എനിക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ അപ്പം ചുട്ട് തരുന്നതിൻ്റെ അടിയിൽ കൂടെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളി ജസ്റ്റ് വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉമ്മച്ചി എല്ലാ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. എല്ലാ മസാലപ്പൊടി ഇട്ടെടുത്തു കേട്ടോ. അതിൻ്റെ ആ മസാലപ്പെട്ടിത്തെ എല്ലാം ഇട്ടു. അതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റാച്ച് ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കിയ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കൂക്കുമ്പോഴൊക്കെ എടുത്ത് ഓഫാക്കുക. ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മെച്ചിവിടെ നെയ്ച്ചോറ് വെക്കാൻ കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി നെയ്ച്ചോറാണ്. അപ്പോൾ ഇതാക്കണം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മെച്ചി ഇവിടെ നെയ്ച്ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഞാനിവിടെ ചിക്കൻ റോളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാനുള്ളൂ. ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മസാല വെച്ച് നാളെ സമൂസ ഉണ്ടാക്കാറുണ്ട് എടുത്തേക്കാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ പൊരിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ ചിക്കൻ റോള്. അപ്പോൾ ഞാനിങ്ങനെ ചൂടായ ചട്ടിയിലോട്ട് എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ പൊരിച്ചിടാനായിട്ട് ഒരു പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പേപ്പർ ഇങ്ങനെ കുത്തിയിട്ട് അതിലുള്ളൊക്കെ പോകണില്ല. അങ്ങനെ പൊന്തി ഇങ്ങനെ വരികയാണത്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിക്കണം നോക്കാനായിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നല്ലോണം ഇങ്ങനെ ഇതാവുണ്ടെങ്കിൽ അതിനകത്ത് ചൂടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ലോണം ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിങ്ങനെ ഇട്ടാണ്ട് പൊരിച്ചെടുക്കുക. ഞാനൊരു ട്രിപ്പിൽ 3 ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ റോള് കോരിയെടുക്കുക. എന്നിട്ട് നമ്മളെല്ലാ ചിക്കൻ റോളും നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ റോളും കോഴിക്കറിയും നെയ്ച്ചോറൊക്കെ വെച്ചപ്പോൾ തന്നെ ഇവിടെ നമ്മളെ സിങ്ക് ഫുള്ളായിട്ടുണ്ട്. പിന്നെ താത്ത ഇവിടുന്ന് വത്തക്കൊക്കെ നുറുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ് വന്നിക്കണ്. ഓൾ ഇപ്പോഴാട്ടോ വരുന്നത്. ഇന്ന് ഓൾക്ക് ഇന്ന് പനി കഴിഞ്ഞു. അവിടെ നല്ല ക്ഷീണം ഉണ്ടായിട്ട് ഓൾ ഉറങ്ങി കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പനി വിട്ടപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്. പിന്നെ ഓളൊരു ദിവസം ഇങ്ങനെ വത്തൊക്കെ തിന്നു. താത്ത അങ്ങ് നുറുക്കണതിനിടയിൽ കൂടെ ഇങ്ങനെ പോയി എടുത്താനൊക്കെ തിന്നു. അടുത്തത് എന്താ വെച്ചാൽ ഞാനിവിടെ മയോണൈസ് അടിക്കുകയാണ് നമ്മുടെ ചിക്കൻ റോൾക്കുള്ളത്. അങ്ങനെ ഇപ്പോൾ ടൈം 6:35 കഴിഞ്ഞിരിക്കണ്. ബാങ്ക് കൊടുക്കാനായിക്കണ്. 6:40 ബാങ്ക്. അവിടെ ബാങ്ക് കൊടുക്കാനായിക്കണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ സെറ്റായി കുത്തിരിക്കുക കേട്ടോ നോമ്പ് തുറക്കാൻ. നമുക്കിന്ന് ഡ്രിങ്ക്സ് എന്തൊക്കെയാ വെച്ചാൽ വത്തക്ക ജ്യൂസുണ്ട്. പിന്നെ മിൻറ്റും അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തുറക്കുകയാണ്. വെള്ളമൊക്കെ ഒറ്റ വലിക്ക് കുടിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ മിൻറ്റ് മെസ്സി ഇവിടെ പാരുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ചിക്കൻ റോൾ കഴിക്കാനിരുന്നു. ചിക്കൻ റോൾ നമ്മൾ സോസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫില്ലിങ്സൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. എന്തായാലും അടിപൊളി കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോണ്ടി നമ്മുടെ ചിക്കൻ റോളിൻ്റെ റെസിപ്പി. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോയി. അപ്പോൾ റിസോ നിസ്കരിക്കുന്നുണ്ട്. ഇവിടെ ഈശോ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം നിസ്കരിച്ച് ഓതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക വീഡിയോസൊക്കെ എഡിറ്റാക്കാൻ വരുന്നു. പിന്നെ ഒരു 9 ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണത്. അപ്പോഴേക്ക് റിസോയുടെ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഹാളിലൊക്കെ അടക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചിക്കൻ കറിയും നമ്മൾ നെയ്ച്ചോറൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. അടിപൊളി മാങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ ഷെയർ ആക്കുക, കമൻറ്റ് ആക്കുക, ലൈക്ക് ആക്കുക. ഫുൾ സപ്പോർട്ട് ആക്കിട്ടോ. പിന്നെ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ വരുന്നേക്കാരം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. പാത്തുമ്മ നല്ല ചെറുക്കുണ്ട് കേട്ടോ. അപ്പാ ഉറങ്ങാൻ പോരി. ഇത് എന്താ ഒച്ച മാറ്റി എന്താ ഒച്ച മാറ്റി പറയണേ? പിന്നെ എന്താ പറയുന്നേ? പോയി ഇറങ്ങിക്ക. ഉറക്കല്ലേ? തല മുട്ടി താട്ടോ.